മിനുട്ടെ എന്തോ ഇപ്പതാ ഇന്ന് ഗസ്റ്റ് ആയിട്ട് ഉണ്ണിച്ചാണ്ടുണ്ട് നിഖിലുണ്ട് രണ്ടുപേരാണുള്ളത്. അതെ. അതുകൊണ്ട് നമുക്കൊരു ഡ്യുവറ്റ് റൗണ്ട് ആയാലോ? രണ്ടുപേരായതുകൊണ്ട് രണ്ടുപേരും പറഞ്ഞെ എന്താ പറയുന്നത്? അപ്പൊ ഡ്യുവറ്റ് റൗണ്ട് ആണ് ഇനി നടക്കാൻ പോകുന്നത്. ഡ്യുവറ്റ് റൗണ്ടിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നു ആർജിത കുട്ടി ആൻഡ് ദേവദാസ്. കഥാപാത്രങ്ങളായി പതുക്കെ അവൻ ഓടി എത്തട്ടെ. എവിടെ പോവാ? അണ്ണോ എനിക്കായിരിക്കുമല്ലോ. ആണോ? അണ്ണെന്ന് പറഞ്ഞ എന്റെ അല്ലേ? നിഖിലമോളെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഞാൻ നിഖിലമോളെ സിനിമകളൊക്കെ കാണാറുണ്ട്. ആരാ പറഞ്ഞു പഠിപ്പിച്ചോട്ടെ? സത്യമാണ്. ഏത് സിനിമയാ കണ്ടിരിക്കുന്നത്? ഒരു യമണ്ടൻ പ്രേമകഥ, പിന്നെ ഗുരുവായൂരമ്പലം നട. താങ്ക് യു. എന്റെ പേരെന്താ പറഞ്ഞ? ദേവദർശി. ദേവദർശി. ഞങ്ങൾ അണ്ണെന്ന് വിളിക്കും. മസിലാളിയാ ഒന്ന് എണീക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെയൊക്കെ പോണു. പുതിയ സിനിമ ഇറങ്ങി എന്ന് പുതിയൊരു സിനിമ ഉണ്ട്. ഞാനും ഉണ്ണിച്ചേട്ടനും കൂടെ അഭിനയിച്ച ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്. നായകനാരായിരുന്നു? മസിലളിയൻ. ഞങ്ങൾ സിനിമ കാണുമോ? എപ്പോഴാ കാണാ? എന്താ ഷൂട്ട് ചെയ്യാ? റിലീസ് ആവുമ്പോ. റിലീസ് ആയട മുത്തേ. പാട്ട് പാടുന്നില്ലേ ഇന്ന്? ഉണ്ണി അണ്ണൻ തളരണ്ട. അവിടെ നടക്കട്ടെ. ഞാൻ പാട്ട് അണ്ണാ എന്റെ ചങ്ക് ഇപ്പോഴും ഇടിക്കാടാ. അണ്ണാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ നെഞ്ചി പിടയ്ക്കുന്നു. ഇന്നത്തെ ഒരു പാഠം പഠിച്ചു, ഒരാളെയും വിശ്വസിക്കരുത്. ഞാൻ നിനക്ക് വേണ്ടി സ്മാർട്ട് വാച്ച് വാങ്ങിച്ച് ഇപ്പോഴും എന്റെ ബാഗിൽ പൊട്ടിക്കാതെ വെച്ചിരിക്കുക. കൊടുക്കായിരുന്നില്ലേ? ഒരു കാര്യം പറയുന്നവർക്ക് ഇവരൊരു ദിവസം മാത്രം വരുന്നല്ലേ, അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്തതാ. സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം സ്വന്തം ആളെ വേറെ ആളോട് കാണുമ്പോ സഹിക്കൂടാ എനിക്ക്. സാരല്ലടാ, നമുക്ക് ആളായി ഉണ്ണി. അതുകൊണ്ട് അങ്ങനെ ഒരു നോ പ്രോബ്ലം. യു ക്യാരി ഓൺ വിത്ത് യുവർ ഗേൾഫ്രണ്ട് നിഖില. അപ്പൊ അണ്ണാ അതൊക്കെ മറന്നേരെ പോട്ടെ. കാരണം റിമിമോളെ വിട്ടേരെ. അണ്ണന്റെ മുഖം എന്താ ഇങ്ങനെ ഊളം കാഴ്ച പോലെ ഇരിക്കുന്നു. ഒരു ഗിൽറ്റി ഫീൽ അവന് അല്ലേ, ഒരു കുറ്റബോധം. എടാ അടുത്തത് റിമി മോള് പറയണോ? നിഖില ചേച്ചി. ഇല്ല, നിഖില മോള്. ഇന്ന് ഗസ്റ്റിന്റെ ദിവസാ, കാരണം അവരെ ഇച്ചിരി നേരം നമുക്ക് കിട്ടത്തുള്ളൂ. പാട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ തുടക്കത്തില്. റോസാപ്പൂ കൊടുത്തപ്പോ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അണ്ണൻ പറയുന്നത് ഇന്നൊരു ദിവസമല്ലേ വരുന്നത്, അപ്പൊ അവരെ ഒന്ന് ഇതാക്കണ്ടേ എന്ന് ചോദിച്ചു. കലിതുള്ളുകായിരുന്നു റിമോള് ഒരു ഭയങ്കര ഒരു യക്ഷിയായിട്ട്. ഞാൻ ഒരാൾക്കല്ലേ ഇവിടെ ജീവിതം കൊടുത്തുള്ളൂ. ആ ഒരാൾ എന്നോടൊരു ഉത്തരവാദിത്വം കാണിക്കണ്ടേ? ആര് പറയണം? റിമി മോള് വേണോ നിഖില മോള് വേണോ? അത് റിമി മോള് മതി. കിട്ടരുതല്ലോ ചേച്ചി പോയി കഴിഞ്ഞാൽ. നിന്റെ നിഖില മോള് പറയട്ടെ. നിഖില മോള് പറഞ്ഞോടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ചോദിച്ചോ, നിഖില മോളേന്ന് വിളി. നിഖില മോളെ. എന്നെ ആരും വിളിച്ചിട്ടില്ലടാ നിഖില മോളെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, രണ്ടാളും പാടിയത് ഇഷ്ടമായി. രണ്ടുപേർക്കും ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല നല്ല സൗണ്ടാണ് രണ്ടുപേരുടെയും. ദേവദർശന്റെ വീട് എവിടെയാ? കോഴിക്കോട് നാദാപുരം. നാദാപുരത്താണോ? ശരി. മോളുടെ വീടോ? കോഴിക്കോട് പേരാമ്പ്ര. ഓ, മലബാർ വിങ്ങാണ് ഇവിടെ. ഇവിടെ ചൈൽഡ് ആർട്ടിസ്റ്റ് വേണമെങ്കിൽ അതുണ്ട്. പിന്നെ നിങ്ങൾക്ക് സിനിമയില് പിള്ളേരുടെ പാട്ട് വേണമെങ്കിൽ അതുണ്ട്. എന്തെങ്കിലും ചെറിയ വാഗ്ദാനം കൊടുത്തിട്ട് പോണേ. പിന്നെ സിനിമയില് വലിയ ആൾക്കാരുടെ പാട്ട് വേണമെങ്കിൽ അഭിനേതാക്കളുടെ ആവശ്യമുണ്ടെങ്കിലും ഉണ്ട്. അഭിനേതാക്കളും ഉണ്ട്. ആൾക്കാരുണ്ട് ഇവിടെ. എന്താ പറയാൻ പാടില്ല. രണ്ടുപേരും നന്നായി പാടിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. ഹായ് ദേവദർശ്, ഹായ് ആർജിത. രണ്ടുപേരും നന്നായിട്ട് പാട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞാൽ നല്ല സ്വീറ്റ് വോയിസ് ആണ്.
നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പാട്ട് ഇങ്ങനെ ഫോണിൽ കണ്ടു. ഇതിൽ ആരാ അഭിനയിച്ചിരിക്കുന്ന അറിയോ? മോഹൻലാൽ അങ്കിളും രേവതി. യെസ് യെസ്. ഞാൻ എന്തിനാ ചോദിച്ചെന്ന് അറിയോ? നമ്മുടെ അങ്കിളൊരു പടം ഉണ്ട്, ഗെറ്റ് സെറ്റ് ബേബി. ആ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മോഹൻലാൽ അങ്കിളിന്റെ കമ്പനിയാണ്, ആശീർവാദ് സിനിമാസ്. പെട്ടെന്ന് പാട്ട് കണ്ടപ്പോൾ പറഞ്ഞതാണ്. പാട്ടൊക്കെ നന്നായി, ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.